قال الله تعالى في قرآنه الكريم: وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. صدق الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ കലണ്ടർ പ്രകാരം പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. മുഹറം മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഹിജറ കലണ്ടർ പ്രകാരം 1448 വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ ഒരു സംഖ്യ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നില്ല. മറ്റൊരു കലണ്ടറിനെയാണ് കാലഗണനയ്ക്ക് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത്. മൊത്തത്തിലുള്ള സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് അതല്ലാതെ മറ്റൊരു നിവൃത്തി നമുക്കില്ല. എന്നിരുന്നാലും ഹിജ്റ കലണ്ടർ അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് നൽകിയ ഒരു കലണ്ടർ സംവിധാനമാണ് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാലഗണന. ഈ കാലഗണന അതിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞതിന് ശേഷം അല്ലാഹു തന്നെ നടത്തിയ ഒരു പ്രയോഗമുണ്ട്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് യഥാർത്ഥ പ്രകൃതിയുടെ വ്യവസ്ഥ എന്ന്. അഥവാ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മറ്റേതെങ്കിലും നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാലഗണന അശാസ്ത്രീയമാണ്. ഇതാണ് യഥാർത്ഥ കാലഗണന, അതാണ് ദാലിക ദീനുൽ ഖയ്യിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുകയുണ്ടായി. ഇത് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം ഒരു കാലഗണനയല്ല, ഇത് മനുഷ്യർക്കായിട്ട് അല്ലാഹു സമ്മാനിച്ചതാണ്. അങ്ങനെ കൂടി നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആത്മവിചാരണ നമുക്ക് ആവശ്യമുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും, ഓരോ മാസങ്ങളും, ഓരോ വർഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു അവന് നിശ്ചയിച്ച ആയുസ്, അജല് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഓരോ വർഷം നമ്മെ വിട്ട് പിരിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമുഖ സ്വഹാബി വര്യൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുകയുണ്ടായി: മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ഷംസ്. സൂര്യൻ ഉദിച്ച് ഒരു ദിവസമായി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം നഖസ ഫീഹി അജലി
വലം യസിദ് ഫീഹി അമലി എന്നതാണ്. അഥവാ ഒരു ദിവസം എനിക്ക് ലഭിച്ചാൽ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്നത് ആ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അമലുകൾ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പ്രത്യേകമായ അമല്, ഒരു സൽക്കർമ്മത്തെ ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ പരലോകത്തിന് വേണ്ടി ഒരു സൽക്കർമ്മത്തെ ഞാൻ ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടമെന്ന് പ്രമുഖ സ്വഹാബി വര്യൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു, വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു, അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ യാത്രയുടെ സമയം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ നമ്മെ തന്നെ വിചാരണ ചെയ്തുകൊണ്ട് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ മുഹറം മാസത്തിലാണ് ഉള്ളത്. മുഹറം മാസം എന്നത് അള്ളാഹുവിൻ്റെ മാസമാണ്. ഷഹ്റുല്ലാഹിൽ മുഹറം. മുഹറം എന്നത് അള്ളാഹുവിൻ്റെ മാസമാണ്. ഇങ്ങനെ 12 മാസങ്ങളിൽ അള്ളാഹുവിൻ്റെ മാസമെന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു മാസമാണ് മുഹറം മാസം. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മാസങ്ങൾ അള്ളാഹുവിൻ്റെതല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ മാതാപിതാക്കൾ, ഉദാഹരണമായി പറഞ്ഞാൽ 6 മക്കളുള്ള മാതാപിതാക്കൾ അതിലേറ്റവും സ്നേഹം കൂടിയ മകനോട് ഇതെൻ്റെ മകനാണ് എന്ന് പ്രത്യേകമായിട്ട് പറയുമ്പോൾ ബാക്കിയുള്ള 5 മക്കൾ ആ മാതാപിതാക്കളുടെ മക്കളല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രത്യേകമായ സ്നേഹം, പ്രത്യേകമായ ഇഷ്ടം ഒരു മകനോട് ഉണ്ടായേക്കാം. ആ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പക്ഷേ പറഞ്ഞേക്കാം ഇതെൻ്റെ മകനാണ് എന്ന് പറഞ്ഞേക്കാം. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളിൽ മുഹറം മാസത്തെ സംബന്ധിച്ച് മാത്രമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം. അപ്പോൾ മുഹറം മാസത്തെ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. മുഹറം മാസത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് പ്രതീക്ഷയുടെ ഒരു മാസമാണ്. ഒരുപാട് വിജയങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടായിത്തീർന്ന ഒരു മാസമാണ്. അതിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മുഹറം മാസത്തെ മുസ്ലിം സമുദായം ഏത് രൂപത്തിലാണ് കാണുന്നത്? മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ മുഹറം മാസത്തെ സംബന്ധിച്ച് ചില തെറ്റായ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. മുഹറം മാസം ദുശ്ശകുനത്തിൻ്റെ മാസമാണ്. ഒരു നല്ല കാര്യം നമുക്ക് തുടങ്ങാനായിട്ട് ഈ മാസത്തിൽ സാധ്യമല്ല. ഈ മാസം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ തുടങ്ങാനായിട്ട്. ഉദാഹരണമായി വിവാഹത്തിൻ്റെ കാര്യം, അതല്ലെങ്കിൽ ഒരു വീട് താമസവുമായി ബന്ധപ്പെട്ട്, അതുമല്ലെങ്കിൽ കച്ചവട താല്പര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല കാര്യം തുടങ്ങാനായിട്ട് മുഹറം മാസത്തെ നമ്മൾ തെരഞ്ഞെടുക്കാറില്ല. നമ്മൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിലെ ചില ആളുകൾ തെരഞ്ഞെടുക്കാറില്ല. കാരണം അത് ദുശ്ശകുനത്തിൻ്റെ മാസമാണ് എന്ന ഒരു വിശ്വാസം എങ്ങനെയൊക്കെയോ അവരിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് പ്രമാണബദ്ധമായ ഒരു സംഗതിയല്ല. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞതായിട്ട് ഒരു തെളിവ് നമുക്ക് എടുത്തു വയ്ക്കാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് മുഹറം മാസം ദുശ്ശകുനത്തിൻ്റെ മാസമായിട്ട് മാറിയത്? അതിനെ സംബന്ധിച്ച് ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കർബല യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾക്കതിൻ്റെ ചരിത്രം അറിയാം. കർബല യുദ്ധം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രക്തസാക്ഷിയായ ഒരു യുദ്ധമാണ് കർബല യുദ്ധം. ആ യുദ്ധത്തിൽ വളരെ മൃഗീയമായിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായത്. അപ്പൊ അദ്ദേഹം രക്തസാക്ഷിയായത് മുഹറം മാസം 10-നാണ്. ആ മുഹറം മാസം 10-നായതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കക്ഷികൾ അഥവാ ഷിയാക്കൾ അവർ മുഹറം മാസത്തെ ദുശ്ശകുനമായിട്ട് ആചരിക്കുന്നു. അതിപ്പോഴുമുണ്ട്. മുഹറം മാസം മുഴുവനും അവർ ദുഃഖം ആചരിക്കുകയാണ്. കാരണം അവർക്ക് വളരെ പ്രിയപ്പെട്ട, അവരാദരിക്കുന്ന ഷിയഅത്ത് അലി, ഈ അലി പക്ഷം, അതായത് അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹവുമായി ബന്ധപ്പെട്ട കക്ഷി,
അങ്ങനെ ഒരു പിളർപ്പിലേക്ക് ഇസ്ലാമിക സമൂഹം പോയത് നമുക്കറിയാം. അഹ്ലുസുന്ന വൽ ജമാഅ രണ്ടായിട്ട് പിളർന്നു. ഒന്ന് ഷിയഅത്ത് അലി അഥവാ ഷിയാക്കൾ എന്ന ഒരു വിഭാഗവും മറ്റൊരു വിഭാഗം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന മറ്റൊരു വിഭാഗവും. അപ്പൊ അങ്ങനെ പിരിഞ്ഞുപോയ ഷിയ വിഭാഗത്തിൽപ്പെട്ടവർ തങ്ങൾ ഏറ്റവും ആദരിക്കുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മൃഗീയമായിട്ട് കൊന്നത് അഥവാ രക്തസാക്ഷിയായത് മുഹറം മാസം 10 അവർ ദുഃഖമാചരിക്കുന്നു. ആ മാസം മുഴുവനും അവർ ദുശ്ശകുനമായിട്ട് കാണുന്നു. നല്ല ഒരു കാര്യവും അവർ ചെയ്യാറില്ല. അതുമായി ബന്ധപ്പെട്ടാണോ ഇസ്ലാമിക സമൂഹത്തിലേക്ക് ഈ ഒരു അനാചാരം കടന്നു വന്നത് എന്നതും പരിശോധിക്കേണ്ടതാണ്. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ അഥവാ ശകുനം നോക്കൽ. ഒരു കാര്യത്തിന് ഒരു ദിവസം നോക്കലുണ്ട്, ഒരു മുഹൂർത്തം നോക്കലുണ്ട്. ഏത് ദിവസമാണ് നല്ലത് ഒരു നന്മ ചെയ്യാനായിട്ട് ദിവസം നോക്കലുണ്ട്, സമയം നോക്കലുണ്ട്. ഇത് അങ്ങനെ നോക്കൽ ശിർക്കാണ്, അത് ഇസ്ലാമികമല്ല. അത് ബഹുദൈവ ആരാധകർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അത്വീറത്തു ശിർകുൻ, ശകുനം നോക്കൽ. ഇപ്പോ മുഹൂർത്തം നോക്കലൊക്കെ ഉണ്ടല്ലോ. ഒരു നല്ല സമയം ഒന്ന് പറയൂ, എനിക്കൊരു നന്മ ചെയ്യാനാണ്. ഇപ്പൊ ഉദാഹരണമായി ഒരു വീട് താമസം, ഏറ്റവും നല്ല ദിവസം ഏതാണ് ഒന്ന് പറയൂ. അങ്ങനെയൊക്കെ മിക്കവരും വന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നല്ല ദിവസം എന്ന ഒരു ദിവസം ഇല്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. യുദ്ദിനി ഇബ്നു ആദം യസുബ്ബു ദഹർ, മനുഷ്യരുടെ കാലം, മനുഷ്യരുടെ കാര്യം കഷ്ടം തന്നെ. അവർ കാലത്തെ കുറ്റം പറയുന്നു അഥവാ സമയത്തെ കുറ്റം പറയുന്നു. വഅന ദഹ്റു, ഞാനാണ് സമയം. ഉഖല്ലിബുൽ ലൈല വന്നഹാറ, ഞാനാണ് രാത്രിയെയും പകലിനെയും രാവിനെയും പകലിനെയും ഞാനാണ് മാറ്റിമറിക്കുന്നത്. അങ്ങനെയാണ് ദിവസങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത്. അപ്പൊ മനുഷ്യര് കുറ്റം പറയുന്ന ഒരാപത്ത് സംഭവിച്ചാൽ അവർ സമയത്തെ കുറ്റം പറയും, ഒരാപത്ത് സംഭവിച്ചാൽ അവർ ദിവസത്തെ കുറ്റം പറയും, ഒരു അപകടം സംഭവിച്ചാൽ അവർ ആ ഇന്ന മാസം ആ മാസത്തെ കുറ്റം പറയും. അപ്പോ ദിവസത്തെ, ആഴ്ചയെ, മാസത്തെ, അല്ലെങ്കിൽ സെക്കൻഡുകളെ, അല്ലെങ്കിൽ കൊല്ലത്തെ, വർഷത്തെ, അങ്ങനെ കുറ്റം പറയുന്ന, ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട്. അത് ഇന്ന സമയത്ത് ചെയ്തത് കൊണ്ടാണ്. അങ്ങനെ കുറ്റപ്പെടുത്തുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അനദ്ദഹർ, ഞാനാണ് ഈ കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമയമൊക്കെ നൽകിയത് ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ സമയത്തെ കുറ്റം പറയരുത്. എല്ലാം നല്ല ദിവസങ്ങളാണ്, എല്ലാം അള്ളാഹുവിൻ്റെതാണ്, ഞാനാണ് ദിവസങ്ങളെ മാറ്റിമറിക്കുന്നത് എന്ന ഒരു ഹദീസ് കാണുവാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണുവാൻ സാധ്യമാണ്. അപ്പോൾ പറഞ്ഞതിന്റെ ചുരുക്കം, മുഹറം മാസം എന്നത് ദുശ്ശകുനത്തിന്റെ മാസമല്ല, അത് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത ഷഹ്റുല്ലാഹിൽ മുഹറം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പെടുത്തിരുന്നത് മുഹറം മാസത്തിലായിരുന്നു. അതിനെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകളും നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിച്ചെടുക്കാൻ സാധ്യമാണ്. അഫ്ളലുസ് സിയാം, ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ബഅദ റമളാൻ, റമളാൻ മാസത്തിന് ശേഷം ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാണ്. ഈ ഹദീസിന്റെ ബാക്കി എന്നോണം ഏറ്റവും നല്ല നമസ്കാരം, അഫ്ളലുസ് സ്വലാ, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്ന് പറയുന്നത് ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷം രാത്രിയുള്ള നമസ്കാരങ്ങളാണ്. അപ്പൊ രാത്രി നമസ്കാരം, ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം രാത്രി നമസ്കാരമാണ്. ഇതേപോലെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് റമളാൻ മാസത്തിലെ നോമ്പിന് ശേഷം ഈ മുഹറം മാസത്തിൽ എടുക്കുന്ന നോമ്പുകളാണ്. അപ്പൊ ദുശ്ശകുനമായിട്ടല്ല അതിനെ കാണേണ്ടത്. ഒരു നല്ല മാസം, നന്മകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസം, നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി ശുദ്ധീകരിക്കേണ്ട ഒരു മാസം. ഇത് അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു മാസമായതുകൊണ്ട് ഇത്
ഹിജ്റ കലണ്ടർ പ്രകാരം ഒന്നാമത്തെ മാസമായതുകൊണ്ട്, അതുമാത്രമല്ല ഇത് അള്ളാഹുവിൻ്റെ 4 പവിത്ര മാസങ്ങളിൽ ഒരു മാസമായതുകൊണ്ട് ആ ഒരു ശ്രദ്ധയോടെ, ആ ഒരു ജാഗ്രതയോടെ ഈ മാസത്തെ നമ്മൾ വരവേൽക്കേണ്ടതുണ്ട്. പടച്ചവൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മുഹറം മാസത്തിൻ്റെ ചരിത്രപരമായ ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. മുഹറം മാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചരിത്രം കിടക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ഈജിപ്തിലേക്ക് വന്ന ഒരു പ്രവാചകനാണ്. ഈജിപ്തിലേക്ക് ആ പ്രവാചകൻ കടന്നു വരുമ്പോൾ അന്നത്തെ മുസ്ലിങ്ങൾ അഥവാ ഇസ്രായേല്യർ, യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകൾ, അവരെയാണ് ഇസ്രായേല്യർ എന്ന് വിളിക്കുന്നത്. ആ ഇസ്രായേല്യരെ അന്നത്തെ ഫറവോനികൾ അഥവാ കിബിത്തികൾ ക്രൂരമായി മർദ്ദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം അതാണ്. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ, ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം. യസൂമൂനകും സൂഅൽ അദാബ്, വളരെ മോശമായ രൂപത്തിൽ ഫറവോനികൾ നിങ്ങളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യുദബ്ബിഹൂന അബ്നാഅകും, നിങ്ങളുടെ പെൺമക്കളെ, നിങ്ങളുടെ ആൺമക്കളെ അവർ കൊന്നൊടുക്കി. വയസ്തഹ്യൂന നിസാഅകും, നിങ്ങളുടെ പെൺമക്കളെ മോശമാക്കിയിട്ട് ജീവിക്കാൻ അനുവദിച്ചു. അങ്ങനെ നിങ്ങളെ വല്ലാതെ മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പശ്ചാത്തലം. ആ സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനായിട്ട് അവിടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് യൂസഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാലശേഷം ഇസ്രായേലിയർക്ക് അഥവാ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച ഒരു അപജയം, അവർക്ക് അങ്ങനെ അപജയം സംഭവിക്കാനുള്ള കാരണം അവർ ഇസ്ലാമിൽ നിന്ന് അകന്നു. അവർ യഥാർത്ഥ മുസ്ലിം അഥവാ യൂസഫ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ച, അദ്ദേഹത്തിന് ശേഷം വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച യഥാർത്ഥ തൗഹീദ് അതിൽ നിന്ന് അകന്നു മാറിയപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ടോ അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ടോ ഈ പറയുന്ന രൂപത്തിലുള്ള ക്രൂരന്മാരായ ഭരണാധികാരികൾ അവർക്ക് മേലെ വരുന്നു. അങ്ങനെ അവരെ മൃഗീയമായി പീഡിപ്പിക്കുന്നു. ആൺകുട്ടികളെ, 1 വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുക, പിറ്റേ വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ കൊന്നുകളയുക, സ്ത്രീകളെ മോശമാക്കുക. അങ്ങനെ വല്ലാത്ത ഒരു പരീക്ഷണത്തിൽ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ അകപ്പെട്ടു. അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാനായിട്ട് മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനായിട്ട് കടന്നു വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനായ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായിട്ട് പറഞ്ഞത് ഇദ്ഹബ് ഇലാ ഫിർഔന, നീ ഫറോവയുടെ അടുക്കലേക്ക് ചെല്ലുക, ഇന്നഹു തഗാ, അവൻ അക്രമിയാണ് എന്നാണ്. ആ ഫറോവയെ നീ സംസ്കരിക്കുക. പക്ഷേ ഫറോവ ധിക്കാരിയായിരുന്നു. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് പരമോന്നതനായ റബ്ബ്, ഞാനാണ് ദൈവം, ഈ രാജ്യത്തുള്ള കാര്യങ്ങൾ ഞാൻ തന്നെയാണ് തീരുമാനിക്കുക, എനിക്ക് മേലെ ആരും ഉണ്ടാവേണ്ടതില്ല. അങ്ങനെ ആ രാജ്യത്തിന്റെ പരമാധികാരിയായിട്ട്, സ്വച്ഛാധിപതിയായിട്ട് ഫറോവ മാറുന്നു. ആ ഫറോവയ്ക്കെതിരെ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു, മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കുന്നു. പക്ഷേ രക്ഷയില്ലാതെ വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം മുസ്ലിങ്ങളെയും കൊണ്ട് പലായനം ചെയ്യുകയാണ്, ഹിജ്റ പോവുകയാണ്. ചരിത്രത്തിലെ ഒന്നാമത്തെ പലായനമാണ്. അതിനു മുമ്പ് നടന്ന ഒരു പലായനം വിശുദ്ധ ഖുർആനിൽ പറയുന്നത് യൂസഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള പലായനമാണ്. അതായത് പൊട്ടക്കിണർ, അവിടുന്ന് ഈജിപ്തിലെ അടിമച്ചന്ത, പിന്നെ അവിടുന്ന് വീണ്ടും ഈജിപ്തിലെ ഒരു രാജാവിന്റെ മന്ത്രിയുടെ കൊട്ടാരത്തിൽ, പിന്നെ അവിടുന്ന് തടവറയിൽ, പിന്നെ അവിടുന്ന് ആ ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ട്, അങ്ങനെ ഒറ്റയ്ക്ക് നടത്തിയ ഒരു പലായനം യൂസഫ് നബി അലൈഹിസ്സലാം. അത് മാത്രമാണ് വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ. അതിനുശേഷം നടന്ന ഒരു പലായനമാണ് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം നടത്തിയ പലായനം. മുസ്ലിങ്ങളെ, ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ, തഫ്സീറിൽ അതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഏതാണ്ട് 70 ലക്ഷം മുസ്ലിങ്ങൾ എന്ന് ഒരു അഭിപ്രായമുണ്ട്. 70 ലക്ഷം മുസ്ലിങ്ങളെയും കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം രാത്രി പുറപ്പെടുകയാണ്. എവിടേക്കാണ് പുറപ്പെടുന്നത്? കാനാൻ പ്രദേശം, അതായത് ഫലസ്തീൻ, അവിടേക്കാണ് പുറപ്പെടുന്നത്. ആ ഫലസ്തീനിലേക്കുള്ള പുറപ്പെടൽ ഇത് ഫറോവ അറിയുന്നു. അവരെ പിന്തുടരുകയാണ് ഫറോവ ചെയ്തത്. കാരണം മുസ്ലിങ്ങളെ പലായനം ചെയ്യാൻ അനുവദിക്കരുത്.
അവർ പലായനം ചെയ്തു പോയാൽ അത് രാജ്യത്തിന്റെ വലിയ സാമ്പത്തികമായ നഷ്ടത്തിലേക്കാണ് എത്തിക്കുക. അവരെ പിന്തുടർന്ന് ഫറോവയുടെ വലിയ സൈന്യം, മൂസാ നബി അലൈഹിസ്സലാമും മുസ്ലിങ്ങളും ചെങ്കടൽ അതിൻ്റെ തീരത്ത് എത്തുന്നു. തൊട്ടു പുറകെ ഈ ഫറോവയുടെ സൈന്യം വരുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് മുസ്ലിങ്ങൾക്കറിയില്ല. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് അറിയാം. ദുർബല വിശ്വാസികൾ ആ സന്ദർഭത്തിൽ മൂസാ നബിയോടായിട്ട് ചോദിക്കുന്നു, മൂസ, നീ ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണോ കൊണ്ടുവന്നത്? മുമ്പിൽ കടലാണ്, പുറകിൽ വലിയ സൈന്യമാണ്. ഇനി എവിടേക്കാണ് ഞങ്ങൾ പോവുക? മുമ്പിൽ കടലാണ്, രക്ഷയില്ല. ഭൗതികമായ ഒരു കണ്ണുകൊണ്ട് നോക്കിയാൽ അവിടെ രക്ഷയില്ല. മുമ്പിൽ കടലാണ്. ഒന്നുകിൽ കടലിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ പുറകെ വന്ന് തങ്ങളെ കാത്തു നിൽക്കുന്ന ഫറോവയുടെ സൈന്യത്തിന് കീഴ്പ്പെടുക. ഫറോവയാകട്ടെ ഞങ്ങളെ കൊന്നുകളയും. ഇതിലേതാണ് തെരഞ്ഞെടുക്കേണ്ടത്? മറ്റൊരു മാർഗവും അവിടെ ഇല്ല. അപ്പൊ ദുർബലരായ ഈമാൻ കുറഞ്ഞ വിശ്വാസികളാണ് ചോദിക്കുന്നത്, മൂസ, നീ ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണോ കൊണ്ടുവന്നത്? ഞങ്ങൾ ഇനി എന്താണ് ചെയ്യുക? ഈ സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം കൊടുത്തൊരു മറുപടി, ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. അതിൻ്റെ അർത്ഥം എന്താണ്? സത്യവിശ്വാസികൾ പടച്ചവന്റെ മാർഗത്തിൽ എല്ലാം സമർപ്പിച്ച് കർമ്മരംഗത്തിറങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വഴി കാണിച്ചു കൊടുക്കും. വഴി കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അല്ലാഹുവിൻ്റെതാണ്. അപ്പൊ എല്ലാം സമർപ്പിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായും അള്ളാഹു വഴി കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് അത്ഭുതം സംഭവിച്ചത്. അത്ഭുതം എന്തായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, മൂസ, നിന്റെ കയ്യിൽ എന്താ? എൻ്റെ കയ്യിൽ വടിയാണ്. ആ വടി കൊണ്ട് ആ ചെങ്കടൽ അവിടെയൊന്ന് അടിക്കൂ. മൂസാ നബി അലൈഹിസ്സലാം വടി കൊണ്ട് അടിച്ചപ്പോ കടൽ പിളർന്നു. ഈ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾക്ക് മറുകര എത്താനായിട്ട് വഴി ഒരുക്കപ്പെട്ടു. അതൊരു അത്ഭുതമാണ്. ലോകം ഇന്നേ വരെ കാണാത്ത കടല് പിളർന്ന സംഭവം, കടല് പിളർക്കപ്പെട്ട സംഭവം. അതൊരു വലിയ അത്ഭുതമാണ്. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മുഅ്ജിസത്തായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നു. ഈ 70 ലക്ഷം ആളുകൾ, ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ആ കടലിലൂടെ സഞ്ചരിച്ച് മറുകര എത്തുന്നു. മറുകര എത്തിയപ്പോഴാണ് ഫറോവയുടെ സൈന്യം അതുവഴി വരുന്നതും അവരും കടലിലേക്ക് ഇറങ്ങുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? കടല് പഴയ പോലെയാകുന്നു. ആ കടലിൽ അവർ മുങ്ങി മരിക്കുന്നു. ഫറോവയുടെ അന്നത്തെ ലോകം കണ്ട ഏറ്റവും വലിയ സൈന്യം, ആ സൈന്യത്തെ പരാജയപ്പെടുത്താൻ തക്ക ശേഷിയുള്ള മറ്റൊരു സൈന്യം അന്ന് ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. അത്ര ശക്തമായ സൈന്യം ആ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. നാം അവരെ മുക്കിക്കൊന്നു. ഫറവോനികളെ, ഈ ഫറവോനികൾ, ഫറോവയടക്കം അഥവാ ദൈവമായിട്ട് ജനം ആരാധിച്ചു കൊണ്ടിരുന്ന അന റബ്ബുക്കും അഅല, എനിക്ക് ഒരിക്കലും മരണമില്ല, ഞാനാണ് ദൈവം, ഞാനാണ് പരമാധികാരി എന്ന് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ഫറോവ ഇങ്ങനെ മുങ്ങി മുങ്ങി മരിക്കുന്നത് മറുകരയിൽ ഇരുന്ന് നിങ്ങളൊക്കെയും നോക്കി കണ്ടില്ലേ? അങ്ങനെ മുങ്ങി മരിക്കുന്ന സമയത്ത് തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിയപ്പോ ഫറോവ അള്ളാഹുവോടായിട്ട് വിളിച്ചു പറയുന്നുണ്ട്, ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ. അള്ളാഹുവേ, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ആമൻതു, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ബി റബ്ബി മൂസ, മൂസ പറഞ്ഞു പഠിപ്പിച്ച റബ്ബിൽ. വ ഹാറൂന, ഹാറൂൻ അഥവാ മൂസാ നബിയുടെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാം, അദ്ദേഹവും പറഞ്ഞു പഠിപ്പിച്ച യഥാർത്ഥ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അഥവാ തൗഹീദിന്റെ കലിമത്തു തൗഹീദ് ആദർശവാക്യം ഉച്ചരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചതാണ് ശരിയെന്ന് മുസ്ലിങ്ങളെ പടച്ചവൻ ബോധ്യപ്പെടുത്തി. കാരണം ഞാനാണ് ദൈവമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഫറോവയാണ് മുങ്ങി മരിക്കുന്നത്. ആ ഫറോവ മരണമാസന്നമായി കഴിഞ്ഞപ്പോ, രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചപ്പോ ആ ഫറോവയാണ് ഈ പ്രഖ്യാപിച്ചത്, ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ. പക്ഷേ അള്ളാഹു ആ വിശ്വാസത്തെ സ്വീകരിച്ചില്ല. ആ വിശ്വാസത്തെ സ്വീകരിക്കാതെ സത്യനിഷേധിയായിക്കൊണ്ട് തന്നെയാണ് ഈ ഫറോവ മുങ്ങി മരിച്ചത്. ആ റാംസീസ് രണ്ടാമൻ,
അഥവാ ഫറോവ, മൂസാ നബിയുടെ കാലഘട്ടത്തിലുള്ള ഫറോവയായ റാംസീസ് രണ്ടാമൻ ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിൽ മമ്മിയായിട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ നിന്നെ ലോകാവസാനം വരെ സംരക്ഷിക്കും. നിന്റെ ഭൗതികമായ ശരീരത്തെ മറ്റുള്ളവർക്ക് പാഠമായിട്ട്, മാതൃകയായിട്ട് ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന പടച്ചവന്റെ വാഗ്ദാനം ഇപ്പോഴും നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. അദ്ദേഹത്തിന്റെ ഭൗതികമായ ശരീരത്തെ നമുക്ക് ദർശിക്കാം. ഇപ്പോഴും ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഈ റാംസീസ് രണ്ടാമൻ കിടക്കുന്നു. അപ്പൊ ഈ ഒരു ചരിത്ര സംഭവം, ഈ അത്ഭുതം നടന്നത് മുഹറം മാസം 10-നാണ്. അഥവാ മൂസാ നബി അലൈഹിസ്സലാമും ലക്ഷക്കണക്കിന് ഇസ്രായേലിയർ അഥവാ മുസ്ലിങ്ങൾ രക്ഷപ്പെട്ട് മറുകര എത്തിയത് മുഹറം മാസം 10-നാണ്. അതിനെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇപ്രകാരമുണ്ട്. ഖദിബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നു. യഹൂദ, അദ്ദേഹം യഹൂദരെ കണ്ടു. തസൂമു, അവർ നോമ്പെടുക്കുന്നതായിട്ട് പ്രവാചകൻ കണ്ടു. യൗമ ആശൂറ, ഈ മുഹറം മാസം 10-ന് അവർ നോമ്പെടുക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. ഫഖാല മാ ഹാദാ, ഇതെന്താണെന്ന് നബി അവരോട് ചോദിച്ചു. ഹാദാ യൗമു സാലിഹ്, ഇതൊരു നല്ല ദിവസമാണെന്ന് യഹൂദർ മറുപടി കൊടുത്തു. ഹാദാ യൗമു നജ്ജല്ലാ ബനി ഇസ്രായീല, ഈ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലരെ രക്ഷപ്പെടുത്തിയത്. മിൻ അദുവിഹിം, അവരുടെ ശത്രുക്കളിൽ നിന്ന്. ഫസാമഹു മൂസ അലൈഹിസ്സലാം, അതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം നോമ്പെടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളും നോമ്പെടുക്കുന്നത് എന്ന്. അപ്പൊ അതിന്റെ ഒരു പരമ്പര, അതായത് യഹൂദർ മൂസാ നബി അലൈഹിസ്സലാമിൽ നിന്ന് ചില സുന്നത്തുകളെ സ്വീകരിച്ചിരുന്നു. എന്നാൽ മൊത്തത്തിൽ ബിദ്അത്ത് ചെയ്യുന്നവരായിരുന്നു യഹൂദർ. പക്ഷേ ചില സുന്നത്തുകളെ, ഇപ്പോഴും അങ്ങനെയാണല്ലോ, പ്രവാചകന്മാർ ഇട്ടേച്ചു പോയ അവശിഷ്ടങ്ങളെ പേറുന്നവർ എല്ലാ മതങ്ങളിലുമുണ്ട്. അതേപോലെ യഹൂദരിലും ചില അവശിഷ്ടങ്ങൾ അവർ പേറിയിരുന്നു. അതിൽപ്പെട്ട ഒന്നായിരുന്നു ആശൂറ ദിവസം അഥവാ മുഹറം മാസം 10-ന് അവർ നോമ്പെടുത്തിരുന്നു. നബി അവരോട് ചോദിച്ചു, ആ നോമ്പിനെ സംബന്ധിച്ച് പഠിച്ചു. അപ്പൊ അവരതിന്റെ ചരിത്രം പ്രവാചകർക്ക് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവർക്ക് കൊടുത്ത മറുപടി എന്താ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാന അഹഖു ബി മൂസ, മൂസയോട് ഏറ്റവും അടുത്തവൻ ഞാനാണ്. എന്തുകൊണ്ട്? മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ആ പരമ്പരയിൽ വന്ന അവസാന പ്രവാചകനാണ് ഞാൻ. മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഞാനാണ് അടുത്തത്. ഫസാമഹു വഅമറ ബിസിയാമിഹി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആശൂറ ദിവസം നോമ്പെടുക്കാനായിട്ട് മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ചെയ്തു. അപ്പോ സിയാമു യൗമു ആശൂറ, ആശൂറ ദിവസത്തെ നോമ്പ്, അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നി അഹ്തസിബു, ഞാൻ പ്രതീക്ഷിക്കുന്നു, അലല്ലാഹി യുകഫിറ സന അല്ലതി ഖബല, മുമ്പ് കഴിഞ്ഞു പോയ ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് അല്ലാഹുവിൽ ആ ഒരു പ്രതീക്ഷയുണ്ടെന്ന് ആ നോമ്പിനെ സംബന്ധിച്ച് റസൂൽ പറയുകയുണ്ടായി. ഇതാണ് മുഹറം മാസത്തിന്റെ ചരിത്രപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. അതായത് വിമോചനത്തിന്റെ മാസം. അല്ലാഹു ദുർബലരായ അഥവാ പീഡിതരായ, നിസ്സഹായരായ, മർദ്ദിതരായ ഒരു ജനസമൂഹത്തിന് അല്ലാഹു വിജയം നൽകുകയാണ്. ഒരിക്കലും വിജയമില്ല. അഥവാ ഞങ്ങൾ ഇങ്ങനെ പീഡിതരായി ഞങ്ങളുടെ ആൺമക്കളെയും കൊന്ന് ഞങ്ങളുടെ പെൺമക്കളെ പീഡിപ്പിച്ച് ഞങ്ങൾ ദുർബല ജനസമൂഹമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടും, ഞങ്ങൾക്കിനി വിജയമില്ല എന്ന പ്രതീക്ഷ നശിച്ച ഒരു ജനവിഭാഗത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം സമ്മാനിച്ചത്. ഇതാണ് പടച്ചവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിജയം ആസന്നമാണ്. ആ പ്രതീക്ഷയോടെ, ശുഭപ്രതീക്ഷയോടെ സത്യവിശ്വാസികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമ്മൾ ദുർബലരായ ഒരു വിഭാഗമല്ല, പീഡിതരല്ല. നമുക്ക് അടുത്ത ഭാവിയിൽ പ്രതീക്ഷയുണ്ട്, വിജയമുണ്ട്, വിമോചനമുണ്ട്. ആ പ്രതീക്ഷ നൽകുന്ന മാസമാണ് മുഹറം മാസം എന്നത്. ആ പ്രതീക്ഷയ്ക്കുള്ള ഒരു സിംബോളിക്കലായ അഥവാ അതുമായി ബന്ധപ്പെട്ട ഒരു നോമ്പാണ് മുഹറം മാസം 10-ലെ നോമ്പ്. മുഹറം മാസം 9-നും ആ നോമ്പെടുക്കാം. രണ്ടു തരം അഭിപ്രായമുണ്ട്. മുഹറം മാസം 10-നും മുഹറം മാസം 11-നും അങ്ങനെ നോമ്പെടുക്കുന്നവരുണ്ട്. അതല്ല, മുഹറം മാസം 9-നും മുഹറം മാസം 10-നും അങ്ങനെയും നോമ്പെടുക്കുന്നവരുണ്ട്. ഇതൊക്കെ പണ്ഡിത അഭിപ്രായങ്ങളാണ്. ഏതർത്ഥത്തിലാണെങ്കിലും നമ്മൾ ആ സുന്നത്തായ നോമ്പിനെ
എടുക്കേണ്ടതുണ്ട്. മുഹറം മാസവുമായി ബന്ധപ്പെട്ട ചരിത്രം ഇനിയും ഒരുപാട് പറയാനുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഹിജറ, അതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് സവിസ്തരം ചർച്ച ചെയ്യാം. വരുന്ന ആഴ്ചകളിൽ ഈ മുഹറം മാസത്തിന്റെ മറ്റ് സവിശേഷതകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.